പ്രവാസികൾക്കേറെ നിർണായകമായ തീരുമാനം കൈക്കൊണ്ട് ദുബായ്. കാത്തിരുന്ന പ്രവാസികൾക്ക് ഇരട്ടി മധുരമാണ് ദുബായ് നൽകുന്നത്. യാത്രയ്ക്ക് മുന്നേ ഉള്ള ആശങ്കകൾ ഒന്നൊന്നായി ഒഴിവാക്കുകയാണ് അധികൃതർ. അത്തരത്തിൽ തികച്ചും പ്രവാസികൾക്കേറെ ആശ്വാസം നൽകുന്ന വാർത്തയാകുന്നു ഇത്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദുബായിലേക്ക് മടങ്ങുന്ന ഇന്ത്യക്കാർക്ക് കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്ന് UAE വിമാന കമ്പനിയായ എമിറേറ്റ്സ് അറിയിച്ചുകൊണ്ട് രംഗത്തെത്തി. തങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയും ട്വിറ്റർ അക്കൗണ്ടിലൂടെയുമാണ് എമിറേറ്റ്സ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. അതേസമയം 48 മണിക്കൂറിനുള്ളിൽ എടുത്ത കോവിഡ് RT-PCR പരിശോധനാ ഫലം ആവശ്യമാണെന്ന് എമിറേറ്റ്സ് അറിയിച്ചു. ദുബായിലേക്കുള്ള യാത്രാനുമതി നൽകുന്ന ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സിന്റെ വെബ്സൈറ്റിൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ചേർക്കാനുള്ള ഭാഗം ഓപ്ഷണൽ ആയാണ് ഇപ്പോൾ കാണിക്കുന്നത്. എന്നാൽ GDRFA പുതിയ മാറ്റത്തെക്കുറിച്ച് ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഇന്ത്യൻ വിമാന കമ്പനിയായ വിസ്താര ട്രാവൽ ഏജൻസികൾക്ക് അയച്ച സർക്കുലറിൽ വാക്സിനേഷൻ സ്റ്റാറ്റസ് പരിഗണിക്കാതെ ദുബായിലേക്കുള്ള വിസ്താര വിമാനങ്ങളിൽ യാത്രക്കാരെ സ്വാഗതം ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ആഴ്ച 6 രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രാ വിമാനങ്ങൾക്കുണ്ടായിരുന്ന വിലക്കിൽ ഇളവ് നൽകിയപ്പോൾ UAE-യിൽ നിന്ന് വാക്സിൻ സ്വീകരിച്ചവർക്ക് മാത്രമാണ് അനുമതി നൽകുക എന്നായിരുന്നു അധികൃതർ പറഞ്ഞിരുന്നത്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നും അതിനു മുകളിലുള്ളവർക്ക് 48 മണിക്കൂറിന് മുമ്പെടുത്ത PCR നെഗറ്റീവ് ഫലം നിർബന്ധമാണെന്നും വ്യക്തമാക്കിയിരുന്നു. അതും അംഗീകൃത ലാബുകളിൽ നിന്നും എടുത്ത QR കോഡ് ലിങ്ക് ചെയ്ത ഫലം മാത്രമേ സ്വീകരിക്കുകയെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം RT-PCR പരിശോധനാ ഫലത്തിന് പുറമെ യാത്രയ്ക്ക് 4 മണിക്കൂർ മുമ്പ് PCR ദ്രുത പരിശോധനയും യാത്രക്കാർക്ക് നിർബന്ധമാണ്. ദുബായിലെത്തുമ്പോൾ മറ്റൊരു RT-PCR പരിശോധന കൂടി ആവശ്യമാണെന്നും നിബന്ധന ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ആശങ്കകൾ അകലുന്നതോടൊപ്പം തന്നെ യാത്രക്കാർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതാണ്. കൃത്യമായി അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമേ ഇത്തരത്തിൽ യാത്രയ്ക്ക് തയ്യാറാകേണ്ടത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.